എങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്യാന്നുള്ളതാണ്. സോ നമുക്ക് ആദ്യം ഒരു കേസ് നോട്ട് തരും. ആ കേസ് നോട്ടിന്റെ അകത്ത് നമ്മൾ ഏത് സെറ്റിംഗ് ആണ്, എന്ത് ബാക്ക്ഗ്രൗണ്ട് ആണ്, നമ്മുടെ ടാസ്ക് എന്താണെന്നൊക്കെ കാണും. നമുക്ക് 3 minutes പ്രിപ്പറേഷൻ ടൈം കാണും. ആ പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ ടാസ്ക് നന്നായിട്ട് വായിച്ചു നോക്കുക. സോ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന കേസ് നോട്ട് സെറ്റിംഗ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ യു ആർ ദ നഴ്സ് മാനേജർ ഓഫ് എ വെരി ബിസി സർജിക്കൽ വാർഡ്. There were 4 emergency operations last night. Due to a flu epidemic, the night shift was understaffed, so less experienced on-call nursing staff filled in. On your morning round, you check on Sonia Alex, who had an emergency C-section appendectomy last night. She is upset and angry about the poor nursing care she has received. She wants to be discharged today itself. So, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ സെറ്റിംഗ് ആണ്. നമ്മളൊരു സർജിക്കൽ വാർഡിന്റെ നഴ്സ് മാനേജർ ആണ്. സോ ലാസ്റ്റ് നൈറ്റ് നമുക്ക് ബിസി ഷെഡ്യൂൾ കാരണം നമുക്ക് ഒരു പേഷ്യന്റിനെ പ്രോപ്പർ ടേക്ക് കെയർ ചെയ്യാൻ പറ്റിയില്ല. സോ നെക്സ്റ്റ് മോർണിംഗ് ഷിഫ്റ്റില് നഴ്സ് മാനേജർ പേഷ്യന്റിനെ കാണാൻ ചെല്ലുമ്പോൾ പേഷ്യന്റ് ഇന്ന് തന്നെ ഡിസ്ചാർജ് വേണമെന്ന് പറയുന്നു. ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ടാസ്ക് നോക്കാം. ആസ്ക് അബൌട്ട് വാട്ട് ഹാപ്പൻ ടു അപ്സെറ്റ് ഹെർ. നമ്മൾ പ്രിപ്പറേഷൻ ടൈമിൽ ഈ ആസ്ക് എന്നുള്ള വേർഡ് സർക്കിൾ ചെയ്ത് വെക്കുക. വാട്ട് ഹാപ്പൻ എന്നുള്ള വേർഡ് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതായത് ആ 3 minutes പ്രിപ്പറേഷൻ ടൈം കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ ആ ആസ്കും വാട്ട് ഹാപ്പൻ എന്നുള്ളത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്തുവാണ് അവിടെ ചോദിക്കേണ്ടതെന്ന്. അടുത്ത ടാസ്ക് എക്സ്പ്ലെയിൻ ദ വാർഡ്സ് സ്റ്റാഫിംഗ് സിറ്റുവേഷൻ ലാസ്റ്റ് നൈറ്റ്. പേഷ്യന്റ് എടുത്ത് ലാസ്റ്റ് നൈറ്റ് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കൊടുക്കുക. അവരെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ എക്സ്ക്യൂസ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാതെ അവരോട് ഒരു അപ്പോളജി പറഞ്ഞ് ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്ന രീതിയിൽ വേണം നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ. അഡ്രസ് യുവർ ആങ്കർ അറ്റ് നഴ്സസ്. അവരെ ടേക്ക് കെയർ ചെയ്യാത്തതിന്റെ പേരിൽ അവർ നമ്മളോട് ചിലപ്പോൾ ദേഷ്യപ്പെടും. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കാമായിട്ട് നിന്ന് വേണം അവരോട് സംസാരിക്കാൻ. അവരെന്ത് പറയുന്നു അതിനെ നമ്മൾ അഡ്രസ് ചെയ്യണം. ഡിസ്കസ് ദ പ്രസന്റ് കണ്ടീഷൻ ആൻഡ് യൂഷ്വൽ ഹോസ്പിറ്റൽ റിക്കവറി ടൈം. അവരുടെ കംപ്ലൈൻസ് എല്ലാം നമ്മൾ കേട്ടതിന് ശേഷം നമുക്ക് ഇപ്പോഴത്തെ അവരുടെ പ്രസന്റ് സിറ്റുവേഷനും ഇപ്പൊ അവർ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. എക്സ്പ്ലെയിൻ വൈ ഇറ്റ് വുഡ് നോട്ട് ബി ഇൻ ഹർ ഇൻട്രസ്റ്റ് ടു ബി ഡിസ്ചാർജ് ടുഡേ, എസ്പെഷ്യലി വിത്ത് ദ കൺസൾട്ടേഷൻ വിത്ത് ഹർ സർജൻ. കാരണം നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് ഒരു നഴ്സ് മാനേജർ ആയിട്ടാണ്. സോ അവരെ ഡിസ്ചാർജ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മുടെ അല്ല. അതുപോലെ അവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. സോ ഒരു സർജനുമായിട്ട് അവർ സർജറി കഴിഞ്ഞിരിക്കുകയാണ്. സോ ഒരു സർജനുമായിട്ട് ഡിസ്കസ് ചെയ്ത് വേണം ഇത് തീരുമാനിക്കാമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്പീക്കിങ്ങിന് ഒരു തവണ യൂസ് ചെയ്ത ഫ്രേസ് തന്നെ വീണ്ടും യൂസ് ചെയ്യാതെ വേറൊരു ഫ്രേസ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ അവർ എത്ര ആംഗ്രി ആയാലും നമ്മൾ കാം ആയിട്ട് നിന്ന് അവർ പറയുന്ന കേട്ടിട്ട് അതിനെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.